കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. തക്കാൽ രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ ചായ്ച്ചു വെച്ചും തക്കൈയിൽ കാഞ്ചനോട കുഴലുമത പിടിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവം പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈ തൊഴുന്നേ. സജ്ജനങ്ങളെ, ആരാധ്യരെ, സുഹൃത്തുക്കളെ, നാം ഇന്നലെ ദ്രോണപർവം സമാപിച്ച് നമ്മളിന്ന് കർണപർവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആ ഭഗവാന്റെ അപാരമായ കാരുണ്യാതിരേകത്താൽ നമ്മളിന്ന് കർണപർവം പാരായണം ചെയ്യും, അനുസ്മരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഹരിശ്രീ ഗണപതി നമസ്തു. കർണപർവം. ഹര 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 ശിവ 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 മുരഹര മുരഹര നതപദ ഭവമൃതി ഭയഹര സ്മര ഹര ഭവ മൃഡ വൃഷധ്വജ വിശാസന ഗിരീശ ശങ്കര ദുരിതനാശന ഗിരി നിലയന ഗിരിജവല്ലഭ പര 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 പരമ പാഹിമാം പരമാനന്ദമെന്നതേ പറയാവൂ. ശുഖതരുണി നിൻ വചന പീയൂഷ സുഖപാനമോദലഹരി കൊണ്ടു ഞാൻ പരവശനായി ചമഞ്ഞിതേറ്റവും പറകശേഷവും ഇനി വൈകാതെ പരപ്പു കണ്ടോളം പണി പണി ചൊൽവാൻ പലർക്കും വേണമെന്നിരിക്കിലിന്നിയും ചുരുക്കി ചൊല്ലുവൻ കഥ നടയതിലും ചുരുക്കി ചൊൽവാനും പണിയത്രേ തുലും. അഹരഹരഹ മഖ മകലുവാനഹി കുലപതി ശയനലീലകൾ മഹീത ഭാരത ചരിത വ്യാജേന മഹതാമാനന്ദം വരുവൻ ചൊല്ലുവൻ. ഭരദ്വാജാത്മജൻ മരിച്ചനന്തരം ഭരിച്ചിതു പട ദിനകരസുതൻ കരുത്തുള്ള അർജുനൻ ശരത്താൽ അങ്കേശൻ മരിച്ചാനെന്നതു പറഞ്ഞു സഞ്ജയൻ കുരുപ്രവേരനം ധൃതരാഷ്ട്രൻ താനും മുറക്കെ വാവിട്ടൊന്നലറി വൻമരം മുറിച്ചു ഭൂമിയിൽ ചരിച്ചതുപോലെ വിറച്ചു വീണിതു പെരുത്ത ദുഃഖത്താൽ തൊഴിച്ചലച്ചു വീണുരുണ്ടു പെണ്ണുങ്ങൾ കുഴപ്പം പാരമായി ചമഞ്ഞി തന്നേരം വിമലമാനസൻ വിദൂരരെത്രയും വിരയിച്ചെന്നെടുത്തരജനെ പുൽകി കുളിർത്ത നേർക്കൊണ്ടു തളിച്ചു മോഹവും തളർത്തിനാൻ ചില വചനങ്ങൾ കൊണ്ടും അതു കേട്ടു നൃപനരുളി ചെയ്തിതു മതിമാനാകിയ വിദൂരരോടേവം തനേയന്മാരുടെ മരണവും കണ്ടു തനിയെ ഞാനിനി മരിയാതെ ഭുവി മരുവിടുന്നതു വിധി ബലമയോ മരണം പ്രാപിപ്പാൻ കഴിവു കണ്ടില്ല എരിയും അഗ്നിതൻ നടുവിൽ വീഴ്കയോ ഗരളമൻപോടു കുടിക്കയോ നല്ലു അതേ ദുരിതം ചെയ്തതു മനോഭവിച്ചവനിയിലിരുന്നതും ഇനി മതി. വിവിധമിത്തരം പറഞ്ഞു കേഴുന്നൊരരജനെത്തൊഴുതുര ചെയ്താൻ സൂതൻ. മതി നയനായി മരുവും മന്നവ മതി മതി ഖേദമിനി എല്ലാം കൊണ്ടും മതി കേടുള്ളവർ സുതരെന്നാകിലും മതിമന്മാരായോർ കളകെന്നെ വരൂ. അറിവില്ലാത്തൊരു മകനെ ലാളിച്ചിട്ടറിവുള്ളൊരു നീ കരകെന്നും വന്നു മറകൾ വെവ്വേറെ പകുത്തവൻ താനും മറയവൻ കൗഷാരവി മുനീന്ദ്രനും അറിവുള്ള തവ വിദുരരും പിന്നെ അറിയപ്പോകാത്ത ചപലനം ഞാനും നദീതനയനും കൃപരും ദ്രോണരും വിദീത വേദാന്തി സനൽ കുമാരനും നിഖില ലോകനായകൻ പരൻ പുമാൻ നിഗമ കാതലായി വിളങ്ങിന കൃഷ്ണൻ തിരുവടി താനും അരുൾ ചെയ്തു. മുന്നം തിരു മുമ്പിൽ നിന്നു പലരും കേൾക്കവേ അവയൊന്നും തവ മനസ്സിലേറ്റതില്ലവനിയെ കൊതിച്ചൊരു സുയോധനൻ പറഞ്ഞതു തന്നെ മനസ്സിൽ കൈക്കൊണ്ടു പരിലാളിച്ചതു നിമിത്തമായിപ്പോൾ വരുന്നു സന്താപമിനിയും മേൽക്കുമേൽ വരുമത്രേ അതും സഹിച്ചിരിക്ക നീ. ഒന്ന് പറഞ്ഞത് പറഞ്ഞാല് കർണനെ സേനാപതിയാക്കി അതൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ കുറച്ച് ഇയാളോട് പറഞ്ഞു കൊടുക്കുന്നു, ഈ അന്ധനായ രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ബോധം കൊട്ടിട്ടങ്ങ് വീണു. ഭരദ്വാജാത്മജൻ മരിച്ചു എന്ന് പറയുമ്പം പിന്നെ ഈ കർണൻ
പട നയിച്ചു എന്ന് പറയുമ്പം എന്നിട്ട് അങ്കേശനും മരിച്ചു എന്ന് ആദ്യം പറഞ്ഞു. അങ്കേശൻ എന്ന് പറഞ്ഞാൽ കർണന് മരിച്ചു എന്നങ്ങ് പറയുമ്പോൾ ഠക്കെ വലിയ മരം മുറിച്ചതായിട്ട പോലെ. എന്നിട്ട് കരയിലായി, എല്ലാവരും കരയിലായി. അപ്പോൾ വിതുരർ വന്നിട്ട് പിന്നെ കുറച്ച് വെള്ളമെല്ലാം കുടഞ്ഞിട്ട് ബോധം വരുത്തിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നല്ല വാക്കുകൾ. വിതുരർ നല്ല വാക്കേ പറയില്ലു, നല്ല പറഞ്ഞു കൊടുക്കുന്നു. ഇന്നലെ പറയുന്നു എൻ്റെ മക്കളെ മരണം കണ്ടിട്ട് ഞാനിനി ജീവിച്ചിട്ടൊന്ന് വേണ്ടത്, ഞാനൊക്കെ മരിക്കുന്നല്ലോ നല്ലത് എന്നെല്ലാം പറയുന്നു. പറഞ്ഞു ഇപ്പം പറയേണ്ട സമയമല്ല, അന്നേ കഴിഞ്ഞു. ഞാൻ അത്ര പറഞ്ഞു, ഏതെല്ലാം നല്ല നല്ല ആൾക്കാർ പറഞ്ഞു തന്നു, അറിവുള്ളവർ. ഒന്നും അറിവില്ലാത്ത ഈ ഞാനും പറഞ്ഞില്ലേ, എന്നിട്ട് അങ്ങ് കേട്ടു. ഇനിയിപ്പം നല്ല കാര്യമായി വരുന്നത് അനുഭവിച്ചോന്ന് പറഞ്ഞു. നൃപനോടിങ്ങനെ ജഡതി സഞ്ജയൻ കപടം കൈവിട്ടു പറഞ്ഞതോ കേട്ടു. പരിതാപം പൂണ്ടു നരപതി ചൊന്നൻ പറക കർണന്റെ മരണ വൃത്താന്തം. നല്ലത് കേൾക്കാൻ എന്തൊരു താല്പര്യം, മരണം കേൾക്കാൻ. പറയാമെങ്കിൽ എന്നവനും ചൊല്ലിനൻ പരന്നവൻ പടക്കധീപതിയാക്കി അഭിഷേകം ചെയ്താൻ. അഥ സുയോധനൻ തപന പുത്രനായി വിളങ്ങൻ കർണനെ പുനരഭി കയ്യും പിടിച്ചവൻ തന്നോടനു നയത്തോടു പറഞ്ഞു ഭൂപനും. ഭയമെല്ലാം എനിക്കകലെ പോയി ദുജയമിനി വരും എനിക്കു നിർണയം. പിതൃപിതാമഹ സമനായുള്ളവേ ചതി വെടിഞ്ഞൊരു സഖിയായുള്ളവേ യുധിഷ്ഠിരൻ തന്നെ പിടിച്ചു കെട്ടണം. യുധി വിജയനെ വധിക്കയും വേണം. പണിയില്ലേതുമിന്നതീനെനിക്കെന്നു പറഞ്ഞു കോപ്പിട്ടു പുറപ്പെട്ടാൻ കർണൻ നടത്തിച്ചു. വാദ്യമലറിച്ചും കൊണ്ടു നടിച്ചു നാലങ്കപ്പടയുമായി അടൽ കളത്തിലാമാറു നിറഞ്ഞു കൗരവർ കളിച്ചു വീരവാദവും പറഞ്ഞുടൻ കൊതിച്ചു ചാടുന്ന കുതിരകളുടെ കുളമ്പുകളേറ്റു കിളങ്ങി പൊങ്ങിടും പൊടിയും തേരുരുളൊലിയും വൈരികൾ പൊടിയും മാറലറിന കരികളും കൊടുകൂടെ നിലവിളിച്ചു കാലാളും കുടതഴകളും കൊടിമരങ്ങളും പരന്ന പോർക്കളം നിറഞ്ഞു വൻപട നിരന്നതു കണ്ടു ഝടേരി പാണ്ഡവർ. 16 ദിനമുഷസി ലോകൈകപതി വസുപതി പതി രമാപതി പതി ധർമ്മപതി സദാംപതി ഹരീസുരപതി സ്വാഹാപതി പിതൃപതി നിരൃതി ആദസാംപതി സദാഗതി നിധിപതി പശുപതി രാഷ്ട്രകപതി ഗോപീജനപതി മമപതി യദോപതി ദയാനിധി മഖപതി സുരപതി സുതരഥ മതിലേറി സുരുചിതമായ വപുഷ കണ്ടാശു സുഖിച്ചു പോരിനു പുറപ്പെട്ടാരല്ലോ. മകരവ്യൂഹവും ചമച്ചിതു കർണൻ മകര കുണ്ടലധര സഖിയായ പുരന്തര സുതൻ പുരുഷ കുഞ്ചരൻ പുരന്തര സേനാപതി സമൻ പാർത്ഥൻ ചമച്ചു ചന്ദ്രാർത്ഥപ്രഭമാകും വ്യൂഹം ഭ്രമിച്ചതു കണ്ടു കുരുവീരന്മാരും എതിർത്തു ഭീമസേനോട് അശ്വത്ഥാമ. മതിച്ചൊരാനകളെതിർത്തതുപോലെ സമുദ്രങ്ങൾ തമ്മിൽ പൊരുന്ന പോലെയും വരുത്ത ശൈലങ്ങൾ പൊരുന്ന പോലെയും മഹീഷനും ദുർഗാ ഭഗവതി താനും മഹീതഘോരമായി പൊരുത പോലെയും ദശരഥ നരപതി തനയനും ദശവദനനും പൊരുത പോലെയും ഭയമാകും വണ്ണം പൊരുതിരുവരും മരിയാതെ കണ്ടു പിരിഞ്ഞരന്നേരം ശ്രുതകീർത്തി നരവരനും ശല്യരോടെതിർത്തു പോർ ചെയ്തു മരിയാതെ തൊറ്റന്തിന കര തനയനും നകുലനും ചിതമൊടു പൊരു തുലഞ്ഞു മാതേൻ കൃപരോടേറ്റു തോറ്റിതു. ദൃഷ്ടദ്യുമ്നൻ കൃതവർമാവിനോടഥ ശിഖണ്ഡിയും വിഷധരധ്വജനോടു യുധിഷ്ഠിരൻ വിഷമിച്ചു നിന്നു ജയിച്ചാൻ അന്നേരം പലരോടും കൂടി പൊരുതു പാർത്ഥനും പരീഭവം വന്നതൊഴിച്ചാനേവർക്കും. ജയിച്ചു പാണ്ഡവരൊടുക്കം 100 പേരൊഴിച്ചു പാഞ്ഞിതു പിരിഞ്ഞിതു പട പറഞ്ഞിതു സുയോധനനും കർണനോടനന്യ ബന്ധുവായി ചമഞ്ഞു ഞാനടോ വരികളെ കൊന്നു ജയം തരൂപതിനരുതു. മറ്റാർക്കും നിനക്കൊഴിഞ്ഞിനി ഗുരുവിനും പിതാമഹനും മാംപ്രതി തിരുമനസുണ്ട ചമഞ്ഞിലേതുമേ. ചെറുതു പുഞ്ചിരി കലർന്നു കർണനും നരവരനോടു പറഞ്ഞരന്നേരം. പറഞ്ഞു കർണൻ സേനാപതിയായി. പിന്നെ എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അടുത്ത് മരിച്ചു എന്നല്ല ഇങ്ങനെ പറയുന്ന. അപ്പം പിന്നെ ഇദ്ദേഹം പറയുന്നല്ലോ ആരോട്, കർണനോട്, കർണ
എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നീയല്ലേ എനിക്കില്ലോ, വേറെ ആരും എനിക്കില്ല, നീ എന്നെ നമ്മളെ സൈന്യത്തിൻ്റെ രക്ഷിക്കണം, അങ്ങനെ മറ്റവനെ കൊല്ലണം, മറ്റവനെ ഏട്ടനെ പിടിച്ചു കെട്ടണം, അരിയനെ കൊല്ലണം എന്നെല്ലാം കൂടി പറഞ്ഞു. ഓഹോ, ഒക്കെ ഞാൻ സാധിച്ചു തരാമേന്നും പറഞ്ഞിട്ട് ഇദ്ദേഹം പോയി. ഇദ്ദേഹത്തിന് കുറച്ച് സ്വന്തം വാഴ്ത്തൽ കുറച്ചധികമാണ്, വേറെ ഒന്നുമില്ല പറഞ്ഞെങ്കിൽ. നേരം അങ്ങനെ പോയി. ഇതൊക്കെ പറയുന്നത് മഹിഷനും ദുർഗാ ഭഗവതിയും യുദ്ധം ചെയ്തതുപോലെ, പിന്നെ ശ്രീരാമചന്ദ്രനും രാവണനും പെടുത്ത പോലെ അങ്ങനെ പിന്നെ യുദ്ധം ചെയ്യുന്നെന്ന് പറയുന്നു. ചെറുതു പുഞ്ചിരി കലർന്നു കർണനും നരവരനോടു പറഞ്ഞാൻ അന്നേരം, അറിയുന്നില്ലയോ വിജയൻ തന്നുടെ ചരിതമെല്ലാമേ നിരൂപിച്ചു കൺകെ, മണിമയമായ മകുടം നൽകി ധരജകൾ വരനവനുടെ ശംഖം കൊടിയടയാളം കൊടിയ മാരുതി, പരുത്ത ഖണ്ഡവും ദഹിപ്പിച്ച് മുരത്ത ഗാണ്ഡീവം കൊടുത്തിതഗ്നിയും ശരമൊടുങ്ങാത്ത ശരധിയുമുണ്ട്. മൃഡനിശൻ പശുപതി ജഗന്നാഥൻ കൊടുത്തൊരു പാശുപദവുമുണ്ടല്ലോ, ഹരി ജഗന്നാഥൻ പരൻ നാരായണനരികിലുണ്ടല്ലോ, തുണയായ എപ്പോഴും വിജയൻ എന്നു പേരവനാകുന്നതു, ജയമെല്ലാം കൊണ്ടും അവനെ വന്നിടു പരശുരാമൻ തന്നനുഗ്രഹത്തിനാൽ, ഒരു വണ്ണം ജയം വരുമെന്നാകിലും ഒരു വരില്ല, തേർ നടത്തുവാൻ എനിക്കുടമയോടതിന്നയക്ക ശല്യരയതു കേട്ടു. സുയോധനനു അന്നേരമനു നയത്തോടു പറഞ്ഞു, ശല്യരോടടിമലരിണാഗതി എനിക്കിനി അടിയനു വേണ്ടിയൊരു വസ്തു വേണം, നിനവെനിക്കെൻ്റെ ജനകനെന്നത്രേ തനയനൻ ആയെന്നെ കരുതിടേണമേ, പല പരിഭവമെനിക്കു ചേർത്തൊരു വലരിപു സുതവധത്തിനിന്നു നീ ദിനകരസുത, രഥം നടത്തണം അനുകൂല വരസമനായുള്ളവയതു സുയോധനൻ പറഞ്ഞതു നേരം. മതിമാൻ മാദ്രാധിപതിയം ശല്യരും അഭിമതമെന്നങ്ങിരിക്കലും തനിക്കഭ അഭിമതമല്ലെന്നതു ഭാവിച്ചുടൻ അതികോപത്തോടു പറഞ്ഞിതന്നേരം അതിനൊരാൾ കണ്ടതഴകിതെത്രയും, കരുത്തേറും മഹാരഥന്മാരെ ജയിച്ചിരിക്കുമെന്നോടു പറഞ്ഞതു നന്നു പെരുത്തു, ധിക്കാരം നിനക്കെന്നുള്ളതു കരുതിക്കൊള്ളാമെന്നതേ പറയേണ്ടു. ധൃതരാഷ്ട്രാത്മജനതു കേട്ടപ്പോഴേ തെരുതെരത്തൊഴുതുടനെ ചൊല്ലിനൻ കുറയെ കണ്ടല്ല പറഞ്ഞതേതും ഞാൻ, കുറി കൊണ്ടിടരുതരുതീനതും തനിക്കു താൻ പോന്ന ജനങ്ങളുമൊക്കെ തനിക്കു വേണ്ടുകീലെളിയതും ചെയ്യും, അതിനു നാണക്കേടകപ്പെടാതാനും മതി ഗുണമുള്ളവർക്കതു ധരിച്ചാലും ത്രിപുരന്മാരോടു പൊരുതു. പുരുവാനീശനും തിറമൊടു തെരു നടത്തി ധാതാവും മഹിമയേതുമേ കുറഞ്ഞു പോയില്ല മഹീതമീശനാകിന വിരിഞ്ചനും, കഥയ ഭൂപതേ പുരമധനനു രഥമുണ്ടോ പണ്ടു നടത്തി നാൻമുഖൻ, പറഞ്ഞു കേൾക്കട്ടെ പരമാർത്ഥമെന്നു പറഞ്ഞു. മാതൃശനോടു സുയോധനൻ പറഞ്ഞാനെങ്കിലോ തെളിഞ്ഞു കേട്ടാലും, പരമേശൻ പുരമിരി ചെയ്തതെല്ലാം. അപ്പോഴിങ്ങനെ പറഞ്ഞു, ഞാനെല്ലാം ഗംഭീരം, എന്നാലും അറിയില്ലേ അർജുനൻ്റെ കഴിവ്, അർജുനൻ എന്തൊക്കെ കഴിവുകളാണ് ആര് പറയുന്നത്, കർണൻ പറയുന്നു പാവം. അങ്ങനെ അച്ഛൻ കിരീടം കൊടുത്തു, അതായത് ദേവേന്ദ്ര കിരീടം കൊടുത്തിട്ടുണ്ട്, ശംഖ് കൊടുത്തിട്ടുണ്ട്. ആ കൊടി അടയാളമല്ല, ആ മാരുതി തന്നെ, അതായത് ആ ഹനുമാരനെ കയറി ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. അതുമാത്രമല്ല ഗാണ്ഡീവം കൊടുത്തു, അഗ്നി ശരം തീരാതെ ശരധിയുണ്ട്. മൃഡനീശൻ അതായത് നമ്മുടെ മഹാദേവൻ പാശുപത്രവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പൊന്നുണ്ണി, ആ ഭഗവാൻ, ആ ലോകേകനാഥനായ ഭഗവാനല്ലേ എപ്പോഴും കൂടെ ഉള്ളത്. അവൻ്റെ പേരും വിജയൻ എന്നല്ലേ, അതുകൊണ്ട് അവനെന്നെ ജയിക്കൂലൂ. എന്നാലും ഞാൻ നോക്കാം, എനിക്ക് ആ പരശുരാമൻ തന്നെ കുറച്ച് അനുഗ്രഹമുണ്ട്, അതുകൊണ്ട് നോക്കാം. അപ്പം തേര് കളിക്കാൻ ആളില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ശല്യരോട് പറയണം എന്ന്. ദുര്യോധനൻ പറഞ്ഞു ശല്യരോട്, ആമാവാ പിന്നെ ഇദ്ദേഹത്തിന് തേര് കളിക്കണം. ആ കണക്കായി ഇത്രയും ആൾക്കാരെ കൊന്ന ആ വീരശൂര പരാക്രമി എന്നോടാന്നല്ല തേരാളിയാവാൻ പറഞ്ഞ് തരക്കേടില്ല എന്നെല്ലാം പറയുന്നു. അപ്പം പറഞ്ഞു പിന്നെ അതിനൊന്നുമില്ലപ്പാ, തനിക്കു വേണ്ടിയിട്ട് എളിയതും ചെയ്യാം, അതിന് നാണക്കേടകപ്പെടാതാനും. പണ്ട്
ഈ മഹാദേവന് വേണ്ടിയിട്ട് ത്രിപുരന്മാരെ ദയിപ്പിക്കാൻ യുദ്ധത്തിന് പോകുമ്പം ധാതാവ്, അതായത് എന്താ പറയുക, ബ്രഹ്മാവല്ലേ തേര് തെളിച്ചത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ, അത് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. അത് പറഞ്ഞു കൊടുക്കേന്നിപ്പം. അസൂരകൾ കുലപ്പെരുമാൾ താരകനവനും മക്കളായി പിറന്നതും അവർ നാമം കേട്ടരുൾ വിദ്വന്മാലിയവനു തമ്പിമാ താരക ചട്ടുസെന്നും അപരനായതു കമലാക്ഷനവരധിക ശക്തർ മൂവരും ഒരുമിച്ചു തപസ്സു പഞ്ചാഗ്നി നടുവിൽ നിന്നു ചെയ്തമർത്യമർത്യവൈരികൾ വിരിഞ്ചൻ തന്നോടായി വിബോധത്വമിരുന്നതു കിട്ടായികയാൽ വിമലമായുള്ള പുരങ്ങൾ കാമിച്ചാറൊരുത്തരാലും അങ്ങൊരിക്കലും നാശം വരുത്തിക്കൂടാതെ പുരത്രിദയത്തെ വരുത്തിക്കൊള്ളുവാൻ വരത്തി നൽകണം, കരുത്തു ഞങ്ങൾക്കു പെരുക്കയും വേണം. ഉരത്തവണ്ണമേ വരിക നിങ്ങൾക്കു സഹസ്രവത്സരം തികവോളങ്കാലം വരിക, പിന്നെ നാശവും അവറ്റെന്നരുൾ ചെയ്തു. ചതുർമുഖൻ മറഞ്ഞപ്പോൾ വരങ്ങൾ കൊണ്ടവർ മഴയനോടു ചൊന്നർ പുരങ്ങൾ നിർമ്മിച്ചു തരീകെന്നപ്പോഴേ അവനിയിൽ ഒരു ശതക യോജന വഴി വിസ്താരത്തിൽ ഇരുമ്പു തന്നാലും ഭൂവർലോകത്തിൽ ചമച്ചു വെള്ളി കൊണ്ടമേറ ലോകത്തു കനകം തന്നാലും പരിണാഹം മൂന്നും ഒരുപോലെ തന്നെ പരീചോടു വണരവറ്റിൽ മൂവരും. ഇപ്പം പറയുന്നു, താരകാസുരൻ്റെ 3 മക്കളുണ്ടായിരുന്നു. അവരുടെ പേര് വിദ്വന്മാലി, പിന്നെ താരക ചക്ഷുസ്, കമലാക്ഷൻ, ഇങ്ങനെ 3 ആൾ. ഇപ്പം 3 ആളിങ്ങനെ തപസ് ചെയ്തിട്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് വെച്ച് എന്തൊന്ന് വേണ്ടത്. അന്നേരം പറഞ്ഞു, ഞങ്ങൾക്ക് നല്ലൊരു 3 പുരം നിർമ്മിച്ചു തരണം, ആർക്കും ആ പുരം നശിപ്പിക്കാൻ പറ്റിക്കൂടാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ആയിക്കോട്ടെപ്പാ എന്നും പറഞ്ഞു ആരവും കൊടുത്തിട്ട് അദ്ദേഹം പോയി. തഥാസ്തു പറയും, ആരെന്ത് ചോദിച്ചാലും തഥാസ്തു, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പണി. അപ്പം ഭൂമിയിൽ ഇരുമ്പ് കൊണ്ടൊരു കൊട്ടാരം, ഭൂവർലോകത്തിൽ വെള്ളി കൊണ്ടൊരു കൊട്ടാരം, അമരലോകത്ത് സ്വർണം കൊണ്ടൊരു കൊട്ടാരം, 3 ഒരുപോലെ തന്നെ അങ്ങനെ കെട്ടിക്കൊടുത്തു. അവിടെ 3 ഇക്കിൽ ഇവരിങ്ങനെ വാഴുന്ന സമയത്ത് പരിതാപം കൊണ്ടു ഭുവനവാസികൾ പരവശന്മാരായുഴന്നിതേറ്റവും വിഭൂധരക്കാലം വിരിഞ്ചൻ തന്നോടു വിവിധ വേദന പറഞ്ഞരന്നേരം ശതമഖാദികൾ ചതുർമുഖനുമായി ശതപത്രായത തന്നെ നയനന്മേ വിടും ഭയപ്പയോധിതനുടെ കരേ ചെന്നു ഭയപ്രകാരങ്ങൾ ഉണർത്തിച്ച നേരം കഴിവുണ്ടാക്കുവൻ പുറത്താലും അവർ കഴിവില്ലാരാലും ശിവനാൽ എന്നിയെ പുനരതു കേട്ടു പുരന്തരാദികൾ പുകഴ്ത്തിനാൽ ചെന്നു ഗിരിജാകാന്തനെ സ്തുതിച്ചതു കേട്ടു തെളിഞ്ഞു. രുദ്രനും ചിരിച്ചരുൾ ചെയ്തു വിഭൂതന്മാരുടായി സുരവരന്മാരെ സുഖമല്ലി ചൊൽവിനൊരുമിച്ചെല്ലാരും വരുവാൻ എന്തിപ്പോൾ സുഖമല്ലി എന്നതരുൾ ചെയ്തപ്പോഴേ സുഖമായി വന്നിതു മനസ്സിൽ ഞങ്ങൾക്കോ ത്രിപുരന്മാരാലുള്ള ഉപദ്രവത്തിനാൽ ത്രിഭുവനമെല്ലാം നശിച്ചു. ദൈവമേ അവരെ നിഗ്രഹിച്ച ഭയം നൽകണം. അഖില ലോകേശാചരണം എപ്പോഴും അതു കേട്ടു ദേവനരുൾ ചെയ്തിടിനാൻ അവരോടു പോരിനൊരു വസ്തുവില്ല. പുരോഹിതാദികൾ അതു കേട്ടു ചൊന്നാർ പുരന്മാരെ വധിച്ചരുളുവാനിപ്പോൾ കനകമാമല വളച്ചു വില്ലാക്കി. കുലക്ക ഞാണിനു പെരുത്ത വാസുകി ശരമാകുന്നതു പരനാരായണൻ. മറകൾ 4 കുതിരകൾക്കിപ്പോൾ ചെവി ശശികൾ തേരുരുളുകളാക്കാമവനി തേർത്തട്ടു ചതുർമുഖൻ സൂതൻ. കലഹത്തിനെന്തു കുറവിനിക്കുന്നു വലഹന്താദിയാമേരർ ചൊന്നപ്പോൾ ത്രിപുരന്മാരെ കൊന്നൊടുക്കുവാൻ ഈശൻ ത്രിദശന്മാരുമായി വണ്ണം കോപ്പിട്ടാൻ. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയി, ബ്രഹ്മാവ് ദേവന്മാരും കൂട്ടി ഭഗവാന്റെ അടുത്ത് പോയി. ഭഗവാൻ പറഞ്ഞു അതിനൊരു വഴിയുണ്ടാക്കുക, അതിന് മഹാദേവനല്ലാതെ ഇപ്പം വേറെ ആയിരിക്കും, അവരെ കൊല്ലാനാവൂല എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചു, കരഞ്ഞു. പറയുമ്പോൾ പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ ഞാൻ നോക്കാം, ഇതിപ്പോൾ എല്ലാവരും കൂടെ വന്നിനെല്ലാം ചോദിച്ചു തമാശ. അന്നേരം പറഞ്ഞു ഇങ്ങനെയെല്ലാം വന്ന് ഭവിച്ചിട്ടുണ്ട് ഭഗവാനെ, അവിടുന്ന് അവരെ നിഗ്രഹിച്ചിട്ട് ഞങ്ങൾക്ക് ശരണം തരണം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു നോക്കാ, പിന്നെ അവരോട് വലിയ ബുദ്ധിമുട്ടാണ്. കനകമല പിന്നെ വില്ലാക്കണം, എന്നിട്ടോ അതിന് ഞാണിനാര് വേണ്ട പറഞ്ഞ വാസുകിനെ ഞാണാക്കണം. അതിൻ്റെ ശരമാകുന്നത് ഭഗവാൻ തന്നെ, ശ്രീനാരായണൻ തന്നെ ശരമാവണം. 4 മറയില്ല, മറകൾ, മാമറയാണ് അതിന് കുതിര. പിന്നെ രവിയും ശശിയും തേരുരുളാക്കണം.
അതായത് പിന്നെ സൂര്യചന്ദ്രന്മാർ തീർത്തട്ട് അവനി തന്നെ തീർത്തട്ട് ആരാന്ന് സൂതൻ എന്ന് പറഞ്ഞാൽ ചതുർമുഖൻ, അതായത് ബ്രഹ്മാവ് സൂതനാവണം. അങ്ങനെയെല്ലാം ആയിട്ട് ഇവരെ കൊല്ലാന്ന് പറഞ്ഞു. പുരന്തരാദികൾ പലരും കാണവേ പുരന്തഹിപ്പിച്ച നയനത്തിനാലെ ഹര ഹര സ്മര ഹര പുരഹര പരാപര പരാപരത ശങ്കര ശിവ ശിവ ശിവകര ശിവാത്മക ഭവ ഭവ മൃതി ഭവ ഭയഹര ജയ ജയ നമോ നമോ ജയ എന്നു സ്തുതിച്ചു സേവിച്ചു സുഖിച്ചാരേ വരും. അതിനു സാരഥി വിരിഞ്ചനായതു മമര കോനു മാതലീതനല്ലയോ ഭുവന നായകൻ കമല കാമുകൻ കുവലയ ദല നയനൻ മാധവൻ കുറവു തീർത്തു വാസവിക്കു സാരഥി രവീതനയനു വിജയനേവിൽ വൻരഥം വിരവോടു നടത്തുക ഭവാൻ അനുവദിച്ചാലും കുറവു വാര എന്നനുസരിച്ചു ചൊല്ലിനാൻ. സുയോധനൻ പ്രതിബന്ധം കണ്ടു പറഞ്ഞു മാദ്രശൻ പ്രതികൂലഭാവം കളഞ്ഞനെങ്കിൽ ഞാൻ രവീതനയനു ഹിതമാകും വണ്ണം പവന വേഗന രഥം നടത്തുവൻ. പെരികെ ശിക്ഷിപ്പൻ പിഴകൾ കണ്ടാൽ ഞാൻ തരണി നന്ദനൻ അതിന് കോപിക്കും. അവിടെ ഞങ്ങളിൽ ചെറുതു ചീറുമ്പോൾ അപജയം വരും അതും അറിഞ്ഞാലും അതു കേട്ടു നാഗധ്വജനം കർണനോട് അതിന് കോപിയായി കേട്ടോ സഖേ എന്നാൻ. വഴിയെ സാരഥ്യം വഹിക്കാമെങ്കിലോ പിഴകൾ കണ്ടാകിൽ പറയുകയും ചെയ്യാമതീനു കോപമില്ലെനിക്കുന്നു കർണൻ മതിമൻ മാതൃശൻ രഥവും കൂട്ടിനൻ ജ്വലിച്ചു ഭാസ്കരസുതൻ ശരങ്ങളും കൂലച്ചു കാളപൃഷ്ഠവും ധരിച്ചുടൻ നടിച്ചു തേരതിൽ കരയേറിയടിനാനടുത്തു മറ്റുള്ള ചതുരംഗങ്ങളും തെളിഞ്ഞു കാന്ധാരി തനയൻ തേരതിൽ വിളങ്ങ കർണനോടി വണ്ണം ചൊല്ലിനാൻ. അങ്ങനെ ആ ഭഗവാൻ മഹാദേവൻ അവരെ നോക്കിയിട്ടുണ്ടാവുന്നു. അതുപോലെ ഭഗവാൻ ആ പൊന്നുതമ്പുരാനായ ശ്രീനാരായണനല്ലേ അർജുനനി തേരാളിയായിട്ടുള്ളത്. പിന്നെ അങ്ങനൊന്നുമില്ല, അങ്ങനെ വിചാരിക്കണ്ടെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു അന്നപ്പനായിക്കോട്ടെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാം, ഞാൻ തേരാളിയാവാന്ന് പറഞ്ഞ് തേരാളിയായിട്ട് ഇങ്ങനെ യുദ്ധത്തിന് പോലായി. കവിധ്വജൻ തന്നെ വധിക്ക വൈകാതെ യുധിഷ്ഠിരൻ തന്നെ പിടിച്ചു കെട്ടുക ഇതേ ഇയാൾക്ക് പറയാനല്ലോ. അർജുനനെ കൊല്ലണം, പിന്നെ യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടണം. നിബദ്ധമെന്നുള്ളിലവരിലെ വൈരം കവിധ്വജനിലോ നിനക്കുമുണ്ടല്ലോ ജയിച്ചു വൈകാതെ വരികെന്നു യാത്രയച്ചു കൗരവ വരനും അന്നേരം അടുത്തു രാക്ഷസ പിശാചഭൂതങ്ങളിടിത്തിയും വീണു വിറച്ചു ഭൂമിയും കുറുനരികളും കരഞ്ഞിതോ പാരം നറുഞ്ചോര പാരം ചൊരിഞ്ഞു മേഘങ്ങൾ ചുഴലിയും കാറ്റും പ്രതികൂലമായിട്ടുഴറി നിന്നിതു കൊടുതായി ഏറ്റവും കഴുകം കാകനും പറഞ്ഞിതു മേലെയൊഴുകി കണ്ണു നീർക്കുതീരകൾക്കെല്ലാം തടഞ്ഞു വീണിതു ഗജപദാദികൾ ഇടഞ്ഞു തങ്ങളിൽ മുറിയുകയും ചെയ്തു കഴിഞ്ഞിവയൊക്കെ കഴിച്ചു കർണനും നടന്നിതു ചിത്തമുറപ്പിച്ചന്നേരം വഴിയിൽ കണ്ടവർ പലരോടും അപ്പോൾ മൊഴിഞ്ഞാൻ ഇങ്ങനെ വിരുതുള്ള അങ്കേശൻ നാരായണൻ ഇരുവരും എങ്ങാരൊരുവർ കണ്ടിതു പറവിൻ വൈകാതെ തരുവൻ നാടുകൾ നഗരം ഗ്രാമങ്ങൾ തുരക വാരണരഥങ്ങൾ നൽകുവൻ പൊരുതോ പാർത്ഥനെ കൊല ചെയ്തു പോരിൽ പൊരുതള അവനുള്ളതടയെ നൽകുവൻ എവിടത്തു പാർത്ഥനെ വിടത്തു എവിടത്താനെന്നു കപടം കൈവിട്ടു പറവിൻ കണ്ടാകിൽ കഴിവുണ്ടാമിതു അവനിന്നുടെ മിഴികളിൽ അകപ്പെടുന്നതാകിലോ പലരോടും മിഥം പറഞ്ഞു കർണനോ മലാമലാമെന്നു പറഞ്ഞു ശല്യനും പല നാളും നിന്റെ വചനങ്ങൾ കൊണ്ടേ കലഹം കണ്ടു ഞാൻ പൊളിയല്ല കർണ ചപലന്മാർ ഇർത്ഥം പറയുന്നു ശീലം കപടവും ചത്താലൊഴിഞ്ഞു മാറും ഓരോ മുഹൂർത്തത്തിനിടക്കു പാർത്ഥനെ തിറമടു കാട്ടിത്തരുന്നതുണ്ടു ഞാൻ അവനെ വില്ലുമായടുത്തു കാണുമ്പോൾ അവനെ മുട്ടപ്പാഞ്ഞടവി തേടുന്നീ അവനുടെ കീർത്തി നടനം ചെയ്യുന്നു ഭുവനത്തിങ്കൽ എന്നറിഞ്ഞതില്ല നീ നരസിംഹത്തിനു സമൻ ധനഞ്ഞരിയൊടുക്കുന്നീ അവനെ കാണുമ്പോൾ ഓർക്കുമ്പോൾ പെരിക നാണമില്ലയോ നിനക്കുള്ളിൽ പൊരുവതിന്നവനോട് സൂര്യാത്മജ പുനരതു കേട്ടു പറഞ്ഞു കർണനും മനസ്സി കോപം വന്നതു പൊറയുകയാൽ മതി മതി പാരമതി ക്ഷേപിച്ചതു മതി മന്മാരായോർക്കിതു ഗുണമല്ല പെരിക നന്നല്ലോ ഭവാൻ നിരൂപിക്കൽ പരിപാലിക്കുന്നതഴകിതു രാജ്യം പെരുവഴി പോകും കുലസ്ത്രീവർഗത്തെ കരബലം കൊണ്ടു പിടിച്ചു പുൽകിയും മറയവരോടു പറിച്ചു കൊള്ളുകയും മറവുകൾ എന്നിയൊരുവർക്കുമില്ല പൊടി കൊണ്ടേ പോകൂ മലമൂത്രാദികൾ പൊടിയാലെ കുളി പുറിയും ഇങ്ങനെ ഗുരുഭേദങ്ങളും അറിയുകയില്ലാരും കുലശീലമുള്ള ജനത്തെ നിന്ദിച്ചും
മകൻ മരുമകൻ മകനും മാതാവും മഹിഷിയും ജനകനും കനിഷ്ഠനും ഒരുമിച്ചു കളിച്ചിരുന്നു. മദ്യവും പരുകി താളവും പിടിച്ചു പാടിയും മതം കൊണ്ടു വീണു മതി മറന്നുടൻ തളർന്നു തങ്ങളിൽ പകർന്നു ഭോഗിച്ചും മരുവിടും ജനം തവ രാജ്യത്തിങ്കൽ പെരികെ നന്നല്ലോ പുനരിവജലം മനസ്സിൽ തോന്നിയതിനിയും ചൊൽകിലും നിനക്കു നന്നല്ല പറയുന്നുണ്ടു ഞാൻ ജളമതേ കർണ. പുനരിതുകൾ നീ കളിയല്ല പണ്ടു നിനക്കു തുല്യനായൊരു പെരുങ്കാകനുള്ളവായാനവൻ ചരിതങ്ങളെ തൂമറിയുന്നില്ലേ നീ ദിനംതോറും വെച്ചിൽ കൊടുത്തൊരു വൈശ്യതനയന്മാരായ കുമാരന്മാർ മുന്നം വളർത്താരെന്നതു നിമിത്തമായി കാകൻ പുളച്ചഹങ്കരിച്ചരയനങ്ങളെ മതത്തോടു ചെന്നു വിളിച്ച് താഴിയെ കടക്കണം പറന്നിനി നാം എല്ലാരും. എന്നെ പറഞ്ഞു, നിനക്ക് അർജുനോട് നിനക്ക് നല്ല ദേഷ്യമല്ലില്ലത്, അതുകൊണ്ട് ഓനെ കൊല്ലുവേ മറ്റാളെ പിടിച്ചിട്ട് പിന്നെ കൊണ്ടാന്നെല്ലാം കെട്ടിയിട്ട് കൊണ്ടാന്നെല്ലാം പറയുമ്പോൾ ആ ഒരു നല്ല ഒരു പിന്നെ ദുശകുനാനെ കാണുന്നു. ഇടുത്തി വന്ന് കുറുനരി കരയുന്നു, ചോര ഒലിക്കുന്നു വെറുതെ. പിന്നെ മഴ പെയ്യുന്നു, എല്ലാം പ്രതികൂലമായിട്ട് പിന്നെ തിരിയുന്ന കാറ്റെല്ലാം അങ്ങനെയെല്ലാം പിന്നെ ഗജങ്ങൾ അതായത് ആനകളെല്ലാം കാലിടറി വീഴുന്നു. അങ്ങനെ തന്നെ കുതിരകൾ കരയുന്നൊന്നും പറയണ്ട. അങ്ങനെ എല്ലാം ആയിട്ട് വന്നു. യുദ്ധത്തിന് വരുമ്പോൾ എന്ന് പറയുന്നു, കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അർജുനാരും കണ്ടിനാ? കാണിച്ചോ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഓനെ കിട്ടി ഞാൻ അപ്പം കൊല്ലും ഇങ്ങനെ പറയുന്നേരം ശല്യര് പറയുന്നു. അപ്പം അതിന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർണന് തേരാളിയാവുമ്പോൾ കർണനെ പഴിച്ച് പറയണം, അത് വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീ പഴിക്കുന്നത്. കർണൻ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത ആളായിട്ടല്ല. അങ്ങനെ പറയുന്നു നീ ഇന്ന് വരെ നിൻ്റെ വായനാവുമെന്ന് ഇങ്ങനെയല്ലാതെ പറഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ടുണ്ടാ? അർജുനെ കാണുമ്പോൾ നീ പാഞ്ഞു ഒളിക്കും, അതല്ലേ നിൻ്റെ സ്വഭാവം. പിന്നെ പണ്ടൊരു കാക്കയുണ്ടായിന് നിൻ്റെ മാതിരി ഇതേ സ്വഭാവം. ആ കാക്കക്ക് 2 വൈശ്യകുമാരന്മാരുണ്ടായിരുന്നു. അവർ സ്വിച്ചിൽ ചോറ് കൊടുത്തിട്ട് ഈ കാക്കകൾ വളർന്ന് അഹങ്കരിച്ചു. അതുപോലെ ദുര്യോധന ചോറ് നിന്ന് അഹങ്കരിച്ചു എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. എന്നിട്ട് അരയന്നങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞോലും നമുക്ക് ഈ പിന്നെ അതായത് കടൽ പിന്നെ പറന്നിട്ട് അക്കരെ കത്തണമെന്ന്. നോക്കാന്നും പറഞ്ഞു. വെളുത്തമേനിയും ഞെളിയും വെണ്മയും ഇളിച്ചു മിമ്പനി കയക്കയും വേണം മധു കേട്ടുള്ളിൽ കൗതുകത്തോടന്നെ ഊമുദധിതൻ മീതെ പറന്നിതു മെല്ലയതിലും മേൽഭാഗത്തധികം വേഗത്തിലധികം മൊതത്തോടു പറന്നു കാകനും തെളിഞ്ഞു വായസഗണവും അന്നേരം തളർന്നു കാകനും ചിറകും മന്ദിച്ചു കുഴഞ്ഞു വെള്ളത്തിൽ പിടഞ്ഞു വീണുടൻ കഴിഞ്ഞു കാകൻ തന്നെ അഹങ്കാരമെല്ലാം വിധി ബലമയ്യോ മരിച്ചാൻ അപ്പോഴേ വിധി വിഹിതങ്കിൽ നിനക്കുമാകുന്നു വിളിച്ചത് അരിക വെച്ചൊരുളയുണ്ടെന്നു വളർത്തുന്നു എന്നെയോ മിഹ സുയോധനൻ. ഇങ്ങനെ എന്നെ പറയുന്നു. അഭിമാനിക്കുന്നത് അതുകൊണ്ടല്ലയോ കുപീതനാകൊല്ല പരമാർത്ഥം ചൊന്നാൽ പറഞ്ഞതു പോരും പരിഭവിപ്പിപ്പാൻ അറിഞ്ഞിരിക്കുന്നു സകലവും ഞാൻ താൻ. എല്ലാം എനിക്കറിയാമെന്നാണ് കർണൻ പറയുന്നത്. എന്തിനെന്നോട് ഇങ്ങനെ പറയുന്നത്? നല്ല എനിക്കറിയാമെന്നാണ് പറയുന്നത് കർണൻ. പാപം. മരിപ്പനെന്നുമേ ജയിച്ചുകൂടയിലൊരിക്കലും ഭയം പുറത്തു കാട്ടാമോ തെളിഞ്ഞു ചമ്മട്ടിയെടുത്താലും തെരു തെളിച്ചാലും എന്നു പറഞ്ഞു കർണനും. മധുദ്വേഷി രഥം നടത്തിയിടം വണ്ണം മതിച്ചു മാദേശം നടത്തിനാൻ തേരും കുടകളാലവട്ടവും വെഞ്ചാമരം കൊടി കുറതഴ വിരുത്തുകൾ ചെകിടയുമാല അലാറും വാദ്യങ്ങൾ ജയ ജയ ശബ്ദം ചെറു ഞാണൊച്ചയും കളിച്ചു തന്നെ തമറന്നു കൗരവർ പുളച്ചഹങ്കരിച്ചടൽക്കളം പുക്കാർ വിളങ്ങുന്നു മുഖനളീനങ്ങളെല്ലാം ഇളകുന്നു തെളിക്കടഞ്ഞ ചക്രങ്ങൾ കരിമുകിയിലുത്ത കരീവരന്മാരൻ കരാതാരിൽ വില്ലും ശരവും കൈക്കൊണ്ടു നരവരന്മാരും തുരക പംക്തിയും മരുതരം പുണ്ടരഥ കദംബവും മരണഭീതിയെ വെടിഞ്ഞ കാലാളും മറുതലരുടെ നികടം പ്രാപിച്ചാർ വിളിച്ചു സംശപ്തകന്മാരന്നേരം വിജയനെ പോരിനെതിർത്തരീകന്നു നടിച്ചവർകളോട് എതിർത്തു പ്രാർത്ഥനം പടുത്തമോടവരകലത്താക്കിനാർ. പ്ലവക പാളിയോടടുത്തു രാവണി പെരും ശരമാരി ചൊരിഞ്ഞതുപോലെ ഭുവനൈക ധനുർധരന മങ്കേശൻ പുനരടുത്തിളക്കിനൻ പട തിരിച്ചു
പാണ്ഡവരതു നേരമേറെ മരിച്ചു. പാഞ്ചാല നൃപനുടെ ബലമപജയം വന്നതറിഞ്ഞു. ധർമ്മജനവനി നായകൻ പെരും തേരേറിനാനവിടെ. കർണനും യുധിഷ്ഠിരൻ താനും അവനി ചാഞ്ചാടും പരീച്ചു പോർ ചെയ്താർ. മുറിഞ്ഞിടരുടെ തിരിച്ചു ധർമ്മജൻ പറഞ്ഞു കർണനും അവനോട് അന്നേരം. ഉഴറിപ്പോകാതെ തിരിഞ്ഞു നില്ലുന്നില്ലഴകോ ഭൂപതിവരന്മാർ കൊടുക. നൃപധർമ്മമൊന്നും അറിയുന്നില്ലയോ നൃപശിഖാമണി മരിക്കില്ലെന്നൊന്നും മതിയെങ്കിൽ നടന്നാലുമെടോ മതിമാനായ നീ മരിച്ചു പോകേണ്ട. പൃഥിവി പാലിപ്പാനിരിക്കനല്ലോ നീ. പൃഥിവി പാലധർമ്മജ വൃഥാത്മജ വൃഥാ കുലധർമ്മ പ്രധാനം ചെയ്യക തടുത്തുകൂടുമോ. മമ ശരങ്ങളെ വൃതായാഗാദികൾ അനുഷ്ഠിച്ചു കൊള്ളുക. പിതൃപതിക്കേറ്റം പ്രിയനെന്നാകിലും മൃതിവരവും എന്നോടടുത്തു പോർജികൾ വഴക്കു ഭാവിച്ചു പുറപ്പെടായിടോ. പഠിച്ചു കൊള്ളുക പലവും വസ്ത്രങ്ങൾ മിടുക്കുള്ള അർജുനൻ അരികത്തില്ലയോ. ഇനി ഞാൻ എഴുകയില്ലതോ പേടിക്കണ്ട, എനിക്കു നിന്നെ കൊന്നൊരു ഫലമില്ല. പതുക്കെ പോയാലും ഭയപ്പെടാകെ എന്നധിക്ഷേപിച്ചങ്ക നരപതി ചൊന്നാൻ. കടന്നു കൈനിലയ കമ്പുക്കൂമനൻ നടന്നു ഭീമനു മടർക്കളം ബുക്കൻ ഗതയുമായി. ദണ്ഡധരനെ പോലെ ജന്നെ തീരിട്ടോർ കളയൊടുക്കി ഞാൻ ഭീമൻ. ഇപ്പം യുദ്ധം ഭയങ്കരമായ സമയത്ത് പിന്നെ ഇദ്ദേഹം തന്നെ വന്നു. അരിമൂപ്പർ ധർമ്മപുത്രർ പെരുന്തേറിയിട്ട് വന്നു. അന്നേരം നല്ലോണം യുദ്ധം ചെയ്തു. ഏട്ടൻ അനിയൻ എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ പറഞ്ഞു, അല്ലാതെ മുറിയും ചെയ്തു. വിഷമം വന്നു, ജയിക്കാനാവൂല എന്ന് തോന്നി. അന്നേരം പറഞ്ഞു തിരിച്ചു പോവാൻ കളിക്കും. പറഞ്ഞു പോയിക്കോ, ഓടല്ല എന്തിനു ഓടലുണ്ട് അങ്ങനെ രാജാക്കന്മാർ. നിനക്കൊന്നും രാജധർമ്മം അറിയില്ലടോ. പിന്നെ മരിക്കലും തർക്കമിടില്ല, മരിച്ചാലും തർക്കമിടില്ല. അങ്ങനെയുണ്ടാ, നടന്നു പോയിക്കോട്ടെ, നിന്നെ ഞാനൊന്നും ചെയ്യൂല. നിൻ്റെ അനിയനെ എനിക്ക് കൊല്ലണ്ടോ, നിന്നെ ഞാൻ കൊല്ലൂല, നീ പോട്. പിന്നെ അങ്ങനെയെല്ലാം പറഞ്ഞു എല്ലാതെ പരിഹസിച്ചിട്ടാകുമ്പം നാണം കെട്ടിട്ട് വന്നിട്ട് ഇതിൽ ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട്. എടാ കൈനിലയിൽ വന്ന് നിന്നു രാജാവ്. അന്നേരം ഭീമസേന യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ യുദ്ധം നാളെ എങ്ങനെ കലാശിക്കുന്നു നമുക്ക് നാളെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ കണ്ടിട്ട് അറിയണം നാളത്തെ യുദ്ധവൈദഗ്ധ്യനെ. ഇന്നിപ്പോൾ നമ്മളെല്ലാം ഭഗവാന്റെ പാദത്തിൽ കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണ